സബാസ് ബോൾ ഇവിടെ ഇപ്പോൾ ഈ ആശാസമരത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയത് യാദൃച്ഛികമല്ല. എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും അശരണരായ സ്ത്രീകളെ തെരുവിലിറക്കിയിരിക്കുന്നത്, തെരുവിൽ നിർത്തിയിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിലെ വലിയൊരു ചോദ്യമല്ലേ? അതൊരു ഇടതുപക്ഷ മനസ്സിന്റെ ഒരു ചോദ്യമായി ഉയരാത്തത് എന്തുകൊണ്ട്? അല്ല, അത് കാലത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തെക്കുറിച്ചുള്ള പല സൂചനകളും ഈ ചർച്ചയിൽ തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. പണ്ട് AKG എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, പാർട്ടിയുടെ അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെയാണല്ലോ അദ്ദേഹം അമരാവതിയിലും ചുരുളിക്കിരുത്തോട് സമരങ്ങളൊക്കെ ഏറ്റെടുത്തത്. കൊച്ചിയിൽ തന്നെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം പാർട്ടിയുടെ തീരുമാനമല്ലല്ലോ, പക്ഷെ പാർട്ടിയെ തള്ളി പറയുന്നില്ല, പാർട്ടി അത് സ്വീകരിക്കുന്നു, അവരെ ഏറ്റെടുക്കുന്നു. ആ രീതിയിൽ വിപ്ലവങ്ങളുമായി ഇഴുകിച്ചേർന്ന് ക്ഷണിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും തങ്ങളുടേതാണെങ്കിലും അല്ലെങ്കിലും അതുമായി ബന്ധപ്പെടുന്നതിനുള്ള വിപ്ലവ മനസ്സ് കാണിച്ച നേതാവായിരുന്നു VS. ഇനി ആ രീതിയിലുള്ള തുടർച്ച ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഉണ്ടാവാത്തത് കൊണ്ടാണ് ആശാസമരത്തിന് ഒരു ഇടതുപക്ഷ പിന്തുണ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ ആ സമരം ഏറ്റെടുക്കുന്നതിന് ആരുമില്ലാതെ പോയത്, ഒരു അനാഥാവസ്ഥയിൽ പ്രക്ഷോഭകാരികളെ എത്തിച്ചത്. അതുകൊണ്ട് കാലം മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇല്ല മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന മുദ്രാവാക്യം കേൾക്കുന്നുണ്ട്. പക്ഷേ ആ മുദ്രാവാക്യം വിളിക്കുന്നവരിലൂടെയാണോ VS ജീവിക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ വന്നിരിക്കുന്നത്. പഴയ രീതിയിലുള്ള പ്രത്യയശാസ്ത്രത്തിൽ തന്നെ അതിന്റെ വ്യാഖ്യാനത്തിലും സമീപനത്തിലും എല്ലാം മാറ്റം വന്നിരിക്കുന്നു. വിപ്ലവത്തിന്റെ നിർവചനം മാറിയിരിക്കുന്നു. ആ വിപ്ലവത്തിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് പുതിയ പ്രക്ഷോഭകാരികളും പുതിയ വിപ്ലവകാരികളും വരുമായിരിക്കാം. ഞാൻ ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്കയല്ല പ്രകടിപ്പിക്കുന്നത്. പക്ഷേ AKGയും VSും ഒക്കെ നമ്മെ പഠിപ്പിച്ച രീതിയിലുള്ള വിപ്ലവ പ്രസ്ഥാനവും പ്രവർത്തനവും അതിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷത്തിന്റെ അവകാശികൾ ആര് എന്ന ചോദ്യം പോലും ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാലം മുതൽ, നെഹ്റുവിന്റെ കാലം മുതൽക്ക് തന്നെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂടി ശക്തമായി അവരെപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം പ്രഖ്യാപിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. കോൺഗ്രസുകാർക്ക് എപ്പോഴും അങ്ങനെയാണ്. തങ്ങൾക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള കപടമായ ഇടതുപക്ഷ മനസ്സിന്റെ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം അതൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച യഥാർത്ഥത്തിലുള്ള വിപ്ലവകാരിയും വിപ്ലവ നേതാവുമായിരുന്നു VS. സബാസ് ബോൾ, ഈ സമരങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി വിവിധ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇടതുപക്ഷ സമീപനം കൂടിയാണ് രൂപപ്പെടുന്നത്, അല്ലേ? അതാണ് ഇവിടെ ദാമോദറും VSനും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. അതിപ്പോ VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരേപോലെ തന്നെ ചെയ്ത് കാട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഭരണം ഇരിക്കുമ്പോൾ അത് നിലനിർത്താൻ ഏതെങ്കിലും തരത്തിൽ സമരമല്ല സമരസപ്പെടലാണ് എന്ന ഒരു പരിമിതിയില്ല. അത് VS തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ 2016 മുതൽ സമരത്തിനപ്പുറം സമരസപ്പെടൽ എന്നത് എന്ത് നിർബന്ധിതാവസ്ഥയാണ്? അങ്ങ് പറയുന്ന കാലാനുസൃത മാറ്റമെന്ന് പറയുന്നത് സമരസപ്പെടലാണോ? അങ്ങനെയെങ്കിൽ അത് ഇപ്പോൾ പിയേഴ്സൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഭാരമുള്ള ഒന്നല്ല, അത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വികസിക്കുന്ന ഒന്നാണ്. പലപ്പോഴും തിരിച്ചടികളിലൂടെ ആയിരിക്കാം അതിന്റെ ശക്തിയും പ്രകടമാവുക. ആ രൂപത്തിലുള്ള സമീപനം എവിടെയോ കൈമോശം വന്നിട്ടുണ്ടോ? അത് കാലം മാറുന്നു എന്നതിന്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ന്യായീകരിക്കാവുന്ന ഒന്നാണോ? അല്ല, നമ്മൾ ഒന്നിനെയും ഒരു മറ പിടിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നതല്ല. നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതെല്ലാം ശരിയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. കാരണം ഇക്കാലത്ത് തീർപ്പിനേക്കാൾ ഒത്തുതീർപ്പിന് പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. സമരത്തെക്കാൾ സമരസപ്പെട്ടു പോവുക അതൊരു രീതിയായി മാറിയിരിക്കുന്നു. യഥാർത്ഥ വിപ്ലവകാരികളും അങ്ങനെ ആയിരുന്നില്ല, ഒരിക്കലും അങ്ങനെ ആകാനും പാടില്ല. പക്ഷേ പാർലമെന്ററി ജനാധിപത്യവും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ, സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ആധുനിക കാലത്തിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ മാറ്റങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് പണ്ട് നമുക്ക് കണ്ടുപരിചയമുള്ള ആ വിപ്ലവത്തിന്റെ പാഠങ്ങളും ആ വിപ്ലവത്തിന്റെ രീതികളും ഇപ്പോൾ പ്രസക്തമാണോ, അത് ആവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ടാകുന്നത്. ആ സംശയത്തിൽ നിന്നാണ് VSനെ പോലെ ഒരു നേതാവ് ഇനി നമുക്കുണ്ടാകുമോ എന്ന
ഒരു ദുഃഖകരമായ ചിന്തയും ഉണ്ടാകുന്നത്.